കലശോത്സവം കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള പൂക്കൾക്കായി അടോട്ട് കളരി മധുരക്കാട് വയൽ കലശപ്പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം മെയ് 23, 24 വെള്ളി ശനി ദിവസങ്ങളിലായാണ് നടക്കുന്നത്. മെയ് 23 വെള്ളിയാഴ്ച അകത്തെ കലശവും മെയ് 24 ശനിയാഴ്ച പുറത്തെ കലശവും നടക്കും. അകത്തെ കലശോത്സവത്തിൽ മണാളൻ, മണാട്ടി, മാഞ്ഞാളിയമ്മ എന്നീ തെയ്യങ്ങളും അടോട്ട് മൂത്തേടത്ത് കുതിര, മധുരക്കാട് വയൽ, കിഴക്കുംകര, ഇളയിടത്ത് കുതിര എന്നിവിടങ്ങളിലെ കലശങ്ങളും എഴുന്നള്ളിക്കും. അതിൻ്റെ മുന്നോടിയായി അടോട്ട് പാടാർകുളങ്ങര അടോട്ട് മൂത്തേടത്ത് കുതിര ശ്രീ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അച്ഛന്മാരും ബാല്യക്കാരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും പൂ ശേഖരിക്കാൻ വേണ്ടി അടോട്ട് കളരിയിൽ സംഘടിക്കുകയും കുറച്ച് പേർ അടോട്ട് വയലിൽ സംഘടിക്കുകയും ചെയ്ത് പുറപ്പെട്ട് വെള്ളിക്കോത്ത് വീണിച്ചേരി വടക്കേ വീട് തറവാട്ടിൽ സംഗമിച്ച് അവിടുന്ന് വാരിക്കാട്ട് പോയി അനുഗ്രഹം വാങ്ങി തിരിച്ച് പച്ചിക്കാരൻ വീട് വന്ന് അവിടുന്ന് പൂ പൊളിച്ച് അവിടുന്ന് ആദ്യം രണ്ട് വിഭാഗമായി തിരിഞ്ഞ് പൂ വ്യത്യസ്ത തറവാടുകളിലും വീടുകളിലും ചെന്ന് അനുഗ്രഹങ്ങൾ തേടുകയും പൂ ശേഖരിക്കുകയും ചെയ്ത് അത് കാട്ടുകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിൽ എത്തിച്ചേർന്ന് അവിടെ സംഗമിച്ച് അവിടെ നിന്നും രണ്ട് വിഭാഗങ്ങളും മൂലക്കണ്ടത്തിൽ വെച്ച് സംഗമിച്ച് തിരിച്ച് നമ്മൾ പുറപ്പെട്ട കളരിക്കാലേക്കും വയലിലേക്കും എത്തിച്ചേരുന്ന ഒരു ചടങ്ങാണ് ഈ മടിയൻകുലോം പൂക്കാർ സംഘം പുറപ്പെടുന്ന ഒരു ചടങ്ങ്. പുറത്തെ കലശോത്സവത്തിന്റെ ഭാഗമായി കാളരാത്രി, ക്ഷേത്രപാലകൻ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളും മാണിക്കൂത്ത്, മാണിക്യമംഗലം, പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ സമർപ്പണവും അടോട്ട് മൂത്തേടത്ത് കുതിര, മധുരക്കാട് വയൽ എന്നിവിടങ്ങളിലെ ഓരോ കലശവും, കിഴക്കുംകര ഇളയടത്ത് കുതിര വകയായി 2 കലശവും, മടിക്കൈ പെരിയാങ്കോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീയർപാലം കളരിയിൽ നിന്ന് 2 കലശവും എഴുന്നള്ളിക്കും. കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങിൻ പൂക്കുല, ചെക്കിപ്പൂ എന്നിവ ശേഖരിക്കുന്നതിനായി പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ക്ഷേത്രത്തിലെത്തിയ ആചാരസ്ഥാനികരും കലശക്കാരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റുള്ളവരും ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷം അടോട്ട് കളരിയിലെത്തി പ്രാർത്ഥന നടത്തി. തുടർന്ന് കളരിയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദമായ കഞ്ഞി കുടിച്ച ശേഷം മടിയൻകുലോം ക്ഷേത്രപാലകനെ വണങ്ങി പൂക്കൾ ശേഖരിക്കുന്നതിനായി പുറപ്പെട്ടു. വാരിക്കാട്ടിലെത്തിയ ശേഷം പൂക്കൾ ശേഖരിക്കുന്നതിനുള്ള അനുമതി വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പൂക്കൾ ശേഖരിച്ചു. തുടർന്ന് പച്ചിക്കാരൻ തറവാട്ടിന് സമീപത്ത് നിന്ന് 2 സംഘങ്ങളായി തിരിഞ്ഞ് പൂക്കൾ ശേഖരിക്കുന്നതിനായി പുറപ്പെട്ടു. ഇന്ന് പൊളിച്ചുകൊണ്ടിരുന്ന പൂക്കൊല ഇന്ന് അകത്തെ കലശത്തിന് നാളത്തേക്കും പുറത്തെ കലശത്തിന് മറ്റന്നേക്കും. നാളെ രാത്രി മാഞ്ഞാളിയമ്മക്ക് അകത്തെ കലശം, കാളരാത്രിക്കും ക്ഷേത്രവാലിനും നടയിൽ ഭഗവതിക്കും ഈ 3 കലശങ്ങളും 3 തീയതിനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. വൈകുന്നേരത്തോടുകൂടി കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് എത്തിച്ചേർന്ന ശേഷം മൂലക്കണ്ടത്ത് സംഗമിച്ചു. പൂക്കാർ സംഘങ്ങൾ അടോട്ട് കളരിയിൽ എത്തിച്ചേരും. തുടർന്ന് വിളക്കും തളികയുമേന്തി കളരിയിൽ എത്തിച്ചേരുന്ന പൂക്കാർ സംഘങ്ങളെ സ്വീകരിച്ച ശേഷം ചക്ക കൊണ്ടുള്ള എരിശ്ശേരി, മറ്റ് പച്ചക്കറികൾ എന്നിവ കൊണ്ട് തയ്യാറാക്കിയ കറിയും മറ്റും ചേർത്ത് പ്രത്യേക കഞ്ഞിയും നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.